അങ്ങനെ വളരെ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചൊരു ദിവസമായിരുന്നു ആറന്മുള വള്ളസദ്യ. അതും വള്ളത്തിൽ കയറി കരക്കാരുടെ ഒപ്പം വള്ളസദ്യ കഴിക്കാൻ പോകുന്നതൊരു വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇന്നലെ സാധിച്ചു. ഇത് ഒരു ആചാരപരമായ ഒരു സദ്യ ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഈ ആചാരപരമായി തന്നെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് ടിക്കറ്റ് എടുത്ത് വള്ളസദ്യ കഴിക്കാൻ സാധിക്കും. പക്ഷെ ഞാനതല്ലായിരുന്നു എനിക്ക് വേണ്ടത്. നമുക്ക് ഈ കാണുന്ന പള്ളിയോടത്തിൽ കയറി, പള്ളിയോടം എന്നാണ് അറിയപ്പെടുന്നത്, ഇതിൽ കയറി തുഴഞ്ഞ് വഞ്ചിപ്പാട്ട് പാടി അതിൻ്റെ ശരിയായ ട്രഡീഷണലോടുകൂടി അതായത് പോകണമെന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. ഈ വള്ളം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിസ്സാരക്കാരനല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ പണിപാട്. ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ അകത്ത് കയറി തുഴയൊക്കെ ആയിട്ട് വളരെ വഞ്ചിപ്പാട്ടൊക്കെ പാടി വളരെ മനോഹരമായൊരു പോക്കായിരുന്നു. പമ്പാ നദി ഭയങ്കര രൂക്ഷമായി കുത്തി ഒഴുകിയായിരുന്നു. ആ ഒഴുക്ക് ഞങ്ങൾ ഭയപ്പെടുത്തിയെങ്കിലും അതിൽ കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പേടി തോന്നിയില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ തുഴച്ചിൽ പരിചയമില്ലാത്ത കാരണം, കുട്ടനാട്ടുകാരനാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരനാണെങ്കിലും തുഴച്ചിൽ വലിയ പരിചയമില്ലാത്ത കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും എല്ലാവരുടെയും ഒരു സന്തോഷവും പിന്നെ ഭഗവാനെ കാണാൻ വള്ളസദ്യ കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തുമാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മനോഹരമായൊരു ഒരു ദിവസങ്ങളുണ്ടാവില്ല, ആ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഭഗവാന്റെ വിളി വന്നു, അതുകൊണ്ടാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചതും ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും. അറിയപ്പെടുന്ന പരമ്പരാഗത ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് നമ്മൾ ഘോഷയാത്ര പോലെ ഈ വള്ളങ്ങൾ 1-2 7 വള്ളങ്ങളാണ് എത്തിയത്. ഭഗവാന്റെ നടക്കിലെത്തിയപ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ പാടി എല്ലാവരും ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ആൾക്കാരെല്ലാവരും ഒരു കൊതിച്ച് നിൽക്കുന്നു, ആൾക്കാർ ചുറ്റിനും ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നു. നമുക്ക് ഈ സദ്യ കഴിക്കാനായി ആദ്യത്തെ എൻട്രി കിട്ടുന്നു. ഈ സദ്യ കഴിക്കാൻ ചെന്നാലും അവിടെ ചെന്ന് ആദ്യം കഴിക്കാനൊന്നും സാധിക്കില്ല. അവർ ഓരോ വിഭവങ്ങളും അവർ ഈ വഞ്ചിപ്പാട്ട് പാടി ആവശ്യപ്പെടും. അതിന് ശേഷമാണ് നമുക്കും അതിലേക്ക് കഴിക്കാൻ സാധിക്കുന്നത്. വിഭവങ്ങൾ ഓരോന്നും വന്നുകൊണ്ടേയിരുന്നു. എന്തായാലും അതിമനോഹരമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മുടെ ഒരു പൈതൃകവും പാരമ്പര്യവും എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് ഇതിൽ ചെന്ന് പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം, പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. ഇതിന് സഹായിച്ച എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നല്ലവരായ എൻ്റെ അളിയൻ, എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. എന്തായാലും ഇനിയും വരും വർഷങ്ങളിലും സാഹചര്യം കിട്ടിയാൽ ഉറപ്പായിട്ടും പോകും എന്ന് ഞാൻ കരുതിയാണ് അവസാനം ഭഗവാനോട് നന്ദി പറഞ്ഞ് അവിടുന്ന് ഉപചാരപൂർവ്വം എല്ലാവരും വിട പറഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളും ഇതായിരുന്നു മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. എന്തായാലും വളരെ സന്തോഷമായി. യാത്ര പറയുന്ന ഒരു സീനാണിത്. ഈ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് പരമ്പരാഗതമായി ഈ വള്ളസദ്യ ഓരോ കരക്കാർ നേരുന്നതും അതിലേക്ക് ചെന്നെത്തുന്നതും. എന്നാലും ഉത്രട്ടാതി വള്ളംകളിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. എന്തായാലും ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ തിരിച്ച് മറുകരയിലേക്ക്, ഈ പമ്പയുടെ ഒഴുക്ക് നേരെ തിരിച്ചായ കാരണം നമുക്ക് തുഴഞ്ഞു പോകുന്നത് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ബോട്ട് നമ്മളെ കെട്ടി വലിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് ഒഴുക്കിനനുസരിച്ച് പോകുന്നു, തിരിച്ച് അങ്ങോട്ട് നമ്മളെ കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നു. അങ്ങോട്ട് പോകുമ്പോഴും ഈ പരമ്പരാഗത വഞ്ചിപ്പാട്ടൊക്കെ പാടി വളരെ അടിപൊളിയായിട്ടാണ് പോയത്. എന്തായാലും ഒരു Hey!
ചെയ്തോ